നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിയർ ഡെത്ത് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ്. അത് കുറേ ആൾക്കാരിൽ നടത്തിയ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറച്ച് വിവരങ്ങളാണ്. അതായത് ആക്സിഡൻ്റൊക്കെ ആയിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജായിട്ട് പിന്നീട് ലൈഫിലേക്ക് തിരിച്ചു വന്ന ആൾക്കാരിലൊക്കെ നടത്തിയ പരീക്ഷണത്തിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു തുരങ്കത്തിലൂടെ നടന്നു പോണതായിട്ടാണ്. ഫസ്റ്റ് അവർ ബോഡിയിൽ നിന്ന് പുറത്ത് വരും. അപ്പം അവർക്ക് ഡോക്ടർ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് സംസാരിക്കുന്നത് ഒക്കെ അവർക്ക് ബോഡിയുടെ പുറത്ത് നിന്നുകൊണ്ട് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ നേരെ പോണത് ഒരു തുരങ്കത്തിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു വെളിച്ചമാണ് കാണുന്നത്. വെളിച്ചത്തിൽ അവർ കാണുന്നത് അവരിൽ നിന്ന് ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള അവരുടെ റിലേറ്റീവ്സിനെയാണ് അവിടെ കാണുന്നത്. എന്നിട്ട് അവർ പറയും, നിങ്ങളുടെ സമയമായിട്ടില്ല, നിങ്ങൾ തിരിച്ച് ബോഡിയിലേക്ക് തന്നെ പോകാൻ പറയും. അങ്ങനെ എല്ലാവർക്കും ഏകദേശം ഒരേ ഒരു എക്സ്പീരിയൻസാണ്. ആ തുരങ്കത്തിലൂടെ പോകുന്നതാണ് ഫസ്റ്റ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. പിന്നെയാണ് അവർക്ക് ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ സാധിക്കേണ്ടത്. അപ്പോൾ എല്ലാവരിലും നടത്തിയ പരീക്ഷണത്തിൽ ശരിക്കും പറഞ്ഞാൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് മരണത്തെ ഭയമില്ലാണ്ടാവാമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ശാന്തവും അതുപോലെ തന്നെ ഒരു ആനന്ദകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയൊക്കെയാണ് ആ സമയത്ത് അനുഭവിക്കണമെന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ബോഡിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ചിലവർക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവർ പറയാണ് നിങ്ങളുടെ കർമ്മങ്ങൾ അവസാനിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ചെയ്ത് തീരേണ്ട കാര്യങ്ങൾ അവസാനിച്ചിട്ടില്ല, നിങ്ങൾ തിരിച്ച് പോകും, നിങ്ങളുടെ സമയമായിട്ടില്ല. അങ്ങനെയാണ് പല ആളുകളിലും നടത്തിയ പരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ നാളെ വേറെ ഒരു സബ്ജക്റ്റുമായിട്ട് വരാം. നമസ്കാരം.